എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് ഡയസ് ഇറ എന്ന സിനിമ റിലീസായി. ഇന്നലെ തന്നെ ആദ്യത്തെ 2 ഷോ ഓടിയിരുന്നു. ഇന്നാണ് പ്രധാന ഒരു ദിവസമായി വരുന്നത്. ഹാലോവിൻ പ്രമാണിച്ച് ഇന്നലെ 2 ഷോ ഓടിയിരുന്നു. മികച്ച പ്രേക്ഷക പ്രതികരണമാണ് സിനിമയ്ക്ക് കിട്ടിയത്. ഞാൻ അതിനു മുമ്പ് റിലീസ് ബുക്കിംഗ് ഡേറ്റ് കേട്ടപ്പോൾ തന്നെ ബുക്ക് ചെയ്തിരുന്നു. എനിക്ക് പൊതുവെ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് കണ്ടു ഷോ. രാവിലെ മുതൽ കേൾക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് റിവ്യൂസാണ്. ഞെട്ടിക്കുന്ന പ്രകടനം, അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. അപ്പോൾ കാണാൻ വീണ്ടും ഒന്ന് താല്പര്യം കൂടി. അങ്ങനെ ഇന്ന് കണ്ടിറങ്ങി. രാഹുൽ സദാശിവൻ, പ്രണവ് മോഹൻലാൽ. രാഹുൽ സദാശിവൻ റീസെൻ്റ് ആയിട്ടുള്ള മലയാള സിനിമയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഹൊറർ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡയറക്ടറാണ്. ഭൂതകാലം, ഭ്രമയുഗം, ഇപ്പോൾ ഡയസ് ഇറ. ഞാൻ സിനിമ കണ്ടിറങ്ങി. എനിക്ക് പേഴ്സണലി ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും സിനിമയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സിനിമ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് തെറ്റുകുറ്റങ്ങളോ മണ്ടത്തരങ്ങളോ അങ്ങനെയൊന്നും പറയാനില്ല. വളരെ ക്ലീനാണ്. അതായത് എടുത്തിരിക്കുന്ന ഓരോ രംഗങ്ങളും കൃത്യമായിട്ട് ഉള്ള ഡെഫിനിഷനും മറ്റു കാര്യങ്ങളും ഡീറ്റെയിലിംഗ് പക്കയാണ്. പിന്നെ ആളുകളുടെ പെർഫോമൻസ് ആയാലും പിന്നെ മറ്റ് കാര്യങ്ങളായാലും, പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയാൻ പടത്തിൻ്റെ എന്തിനാണ് സിനിമ കാണാൻ പോകുന്നത്? ഈ സിനിമ കാണാൻ പോയത് പേടിക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ പേടിപ്പിക്കുന്നതിനുള്ള രംഗങ്ങൾ ഒരുപാട് ഈ സിനിമയ്ക്കകത്തുണ്ട്. അടിപൊളിയായിട്ട് കിടുങ്ങി കഴിച്ചു വരാൻ പറ്റും. അത് സൗണ്ടിൻ്റെ കാര്യത്തിലായാലും, സൗണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സൗണ്ട് മിക്സും അതനുസരിച്ചുള്ള ഒരു മേക്കിംഗ് സെറ്റപ്പുമാണ്. അടിപൊളിയാണ്. അത് പേടിക്കാൻ നമ്മളെ വീട്ടിൻ്റെ അകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പാരാനോർമൽ ആയിട്ടുള്ള പ്രേതത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് നമ്മുടെ മുറിയിൽ ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു കഥയും കൂടെ സിനിമയ്ക്കകത്തുണ്ട്. ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥ കൂടെ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറിയ ക്യാൻവാസിലെടുത്ത ഒരു ചെറിയ പടമാണ്. ഒരിക്കലും അത് വലിയ പടമായിട്ട് കാണാൻ പറ്റില്ല. ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫിലിമല്ല. ഭൂതകാലം പോലുള്ള ഒരു സിനിമ തന്നെയാണ് പുള്ളിക്കാരൻ എടുക്കുന്നത്. രാഹുൽ സദാശിവന്റെ മിക്ക സിനിമകളും ചെറിയ ക്യാൻവാസിലുള്ള പടമാണ്, ബട്ട് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെയാണ് ഇതും. എനിക്ക് ഭൂതകാലത്തിന്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഓർമ്മ വന്നത്. അതൊരു കൊച്ചു വീടാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഒരു വേൾഡാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ട്രെയിലറിലൊന്നും അങ്ങനെ അധികം കാണിക്കത്തില്ല. എപ്പോൾ നോക്കിയാലും പ്രണവ് മോഹൻലാലിന്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ പോസ്റ്റേഴ്സൊക്കെ റെഡ് കളറും ഡാർക്ക് കളറൊക്കെയാണ്. ഇതങ്ങനെയൊന്നുമല്ല, പ്ലസൻ്റ് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ട്. ഡേയും നൈറ്റും എല്ലാം ചേർന്ന് പിന്നെ ഇരുണ്ട സിനിമയൊന്നുമല്ല, ബ്രൈറ്റ് സിനിമയാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. പിന്നെ പടത്തിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് വേറെ ഒന്നും വിചാരിക്കേണ്ട, പ്രണവ് മോഹൻലാലാണ്. പ്രണവ് മോഹൻലാലിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ഇമോഷൻസ് ഒക്കെ ഉള്ള മുഖഭാവങ്ങളൊക്കെ ഒരുപാട് മാറി മാറി വരുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം. അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമയിൽ ആ കഥാപാത്രം എൻ്റെ കണ്ണിൽ താങ്ങുന്ന ഒരു സാധനമല്ല. ഇതിപ്പോൾ ഒരു പാമ്പിനെ കണ്ടാലും പ്രേതത്തെ കണ്ടാലും ഒരുപോലെ ഭയക്കുന്ന ഒരു മുഖഭാവം. രണ്ടും 2 തരത്തിലുള്ള ഭയം. ഫ്രണ്ടിൽ തൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മുറിവേറ്റ് അതിഭീകരമായ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും മുഖഭാവം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഇങ്ങനെയൊക്കെ വളരെ അത് എത്ര പേർക്ക് അംഗീകരിക്കാൻ കഴിയും? ഞാൻ ഫാനായിട്ടൊന്നും പറയുന്നതല്ല, പേഴ്സണലായിട്ടുള്ള ദേഷ്യം കൊണ്ടും പറയുന്നതല്ല. പക്ഷേ ഈ കഥാപാത്രം വേറെ ആരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷെ പടത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കാം ഇദ്ദേഹത്തെ പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പടത്തിന്റെ പല ഭാഗങ്ങളും ഇദ്ദേഹത്തിന്റെ മുഖം കണ്ട് നല്ല രീതിയിൽ ബോറടിക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പടത്തിന്റെ സ്ക്രിപ്റ്റിൽ ഉള്ള ഒരു നല്ല ലാഗുണ്ട് സിനിമ. പടത്തിന്റെ 70% പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് കഥ പോകുന്നത്. പക്ഷെ അവസാനത്തൊരു 20 മിനിറ്റ് ഉണ്ട്. എല്ലാം മറുപടി പറഞ്ഞ് നടത്തുന്ന രീതിയിലുള്ള ഇൻസിഡൻസും സസ്പെൻസും ഇതെല്ലാം കൂടെ പൊളിച്ചുകൊണ്ടുള്ള കിടിലമായിട്ടുള്ള ഒരു 20 മിനിറ്റ്. എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അവസാനത്തെ 20 മിനിറ്റാണ്. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അതായത് ഹൊറർ എന്ന് പറയുന്ന സാധനം കറക്റ്റായിട്ട് നമുക്ക് ദേഹത്ത് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മളെ രോമാഞ്ചം മുടിയെല്ലാം ഇങ്ങനെ തിരമാല പോലെ ഇങ്ങനെ പോകും. ആ രീതിയിലുള്ള സൗണ്ട് എഫക്റ്റും സീനുകളുമാണ്. അതൊക്കെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മേക്കറിന് മാത്രമേ അങ്ങനത്തെ ഒരു സാധനം ചെയ്തെടുക്കാൻ പറ്റൂ. അതിനു വേണ്ടി ഈ സിനിമ കണ്ടാലും നഷ്ടമില്ല. കിടിലമായിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ലാഗാണ്. 115 മിനിറ്റാണ് സിനിമയുടെ ലെങ്ത്. മീൻസ് 2 മണിക്കൂർ തികച്ചില്ല. എന്നിട്ട് അതിന് പോലും നല്ല രീതിയിൽ ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ചൊന്ന് ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൊറർ
സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്, എങ്കിൽ പോലും കഥ മൂവ് ചെയ്യുന്നില്ല, അതാണ് സത്യം. എന്നാൽ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോഴും പറയാതെ വച്ചിട്ടുണ്ട്. ഈവൻ ഡയസീറ എന്ന് പറയുന്ന പേര് പോലും എന്താണെന്ന് എനിക്കും കണ്ട പലർക്കും അറിയില്ല. കാരണം സിനിമയ്ക്കകത്ത് പോലും അതെന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു പേര് അതെന്താണെന്ന് എനിക്കും അറിയില്ല, സിനിമയിലും എൻ്റെ അകത്തില്ല. അതൊക്കെ വളരെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ, പിന്നെ ഈ പറഞ്ഞ പോലെ കഥയിൽ തന്നെ ഒരുപാട് ലിങ്കുകൾ വിട്ടല്ല പറയാതെ നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ബാക്കി ഇനി മറ്റൊരു ഭാഗം വരുമായിരിക്കാം. വേറൊരു പ്രധാനപ്പെട്ട സിനിമയുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ട് ആയാലും പിക്ചർ ആയാലും മേക്കിംഗ് ആയാലും ഹൊറർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ടോപ്പ് ലെവലിൽ തന്നെ സാധനം നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ കിടുങ്ങുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള ഗോർ സീൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല ഈ സിനിമയ്ക്ക്. ഗോർ മീൻസ് അതായത് പ്രേതം എന്നുള്ള ആത്മാവ്, ഭൂതം, പ്രേതം അതിലല്ല കാര്യം. ഈ വളരെ മൃഗീയമായ രീതിയിലുള്ള അപകടങ്ങൾ, ശവശരീരങ്ങൾ, മരണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള രംഗങ്ങൾ, കുട്ടികൾക്ക് പറ്റാത്ത രീതിയിലുള്ള ബ്ലഡും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ പരമാവധി കൊണ്ടുപോകാതിരിക്കുക, അതാണ് നല്ലത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. എനിക്കൊരിക്കലും ഈ സിനിമ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് അല്ല, ബട്ട് എനിക്ക് ഏറ്റവും അവസാനം കണ്ടിറങ്ങിയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. ഹൊററിൽ പക്കയാണ്, പക്ഷേ കഥ, തിരക്കഥ, സംഭാഷണം, പിന്നെ നായക കഥാപാത്രത്തിൻ്റെ അഭിനയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ വലിയ പാളിച്ചകൾ എനിക്ക് തോന്നിപ്പോയി. ഈ 115 മിനിറ്റും മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ എടുക്കാമായിരുന്നു ഈ സിനിമ, പക്ഷേ അത് ചെയ്തിട്ടില്ല. ബട്ട് ഇതൊരൊന്നും ഒരു നല്ല സിനിമയാണ്, ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയാണ്. ഇതൊരു ഹോളിവുഡിൽ പോലും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം ഒരിക്കലും ഒരു സാധാരണ മലയാള സിനിമ ലെവലിലല്ല, ഒരു പടി മുകളിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു സ്റ്റൈലും എക്സ്പീരിയൻസും എന്നുള്ളത് ഉറപ്പ് തരാം. ഓക്കെ, ബൈ.